നിങ്ങളോട് എഴുന്നേറ്റ് പോകാനോ പറഞ്ഞത്? നിങ്ങളെ പോലൊരു സ്ത്രീയുടെ ചോര വീണ് ഈ മുറ്റം വൃത്തികേടാവുന്നത് എനിക്കിഷ്ടമല്ല. ഇത്രയും കാലം നിങ്ങൾ എന്റെ മകനെ അന്വേഷിക്കുന്നുണ്ടെന്നും അവനെ നിങ്ങൾ എനിക്ക് കൊണ്ടുവന്ന് തരുമെന്നുള്ള വിശ്വാസത്തിലും പ്രതീക്ഷയിലുമാ ഞാൻ ജീവിച്ചത്. അതൊക്കെ ഒരു നിമിഷം കൊണ്ട്, ഒരു വാക്കുകൊണ്ട് നിങ്ങൾക്ക് തട്ടി നീക്കാം. ഞാൻ എന്ത് ചെയ്യാനല്ലേ? ഞാനൊരു സാധു കോളനിക്കാരി. നിങ്ങളുടെ അത്രയും പണവും പത്രാസും സ്വാധീനവും ഒന്നും എനിക്കില്ല. പക്ഷേ ഞാനൊരു അമ്മയാ, സത്യാമ്മേ. നിങ്ങൾ നിങ്ങളുടെ മകനെ പ്രസവിച്ച അതേ വേദനയിൽ തന്നെയാ ഞാൻ എന്റെ മകനെയും പ്രസവിച്ചത്. എനിക്ക് എന്റെ മകനെ തിരിച്ചു കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മകനെ നഷ്ടപ്പെടും. മകനെ കാണാതെ അലഞ്ഞുകൊണ്ട് തന്നെയാവും നിങ്ങളുടെ ചാവും. ഒരമ്മയുടെ ശാപമായത്. കൂട്ടിക്കൊണ്ടു പോയി ഇവരെ, അല്ലെങ്കിൽ അടുത്ത ബുള്ളറ്റ് അവരുടെ നെഞ്ചായിരിക്കും തുളയ്ക്കുക. പത്മാവതി അമ്മേ, നിങ്ങൾ വാ. ഭാമേ, രോഹിത്തിനെ നീ ഇനി അന്വേഷിക്കില്ല പറഞ്ഞ സത്യമാണോ? സത്യഭാമയ്ക്ക് വാക്കാണ് സത്യം. ഭാമേ, എത്ര അമ്മമാരുടെ കണ്ണീര് ശാപമാ ഈ പടികളിൽ വന്ന് വീഴുന്നത്. ഇതെല്ലാം താങ്ങി നിർത്താനുള്ള കെൽപ്പുണ്ടോ ഈ മേൽക്കൂരയ്ക്ക്? നീ അന്വേഷിച്ചില്ലെങ്കിൽ വേണ്ട ഭാമേ, ഒരു കുഴപ്പവുമില്ലാതെ രോഹിത് മടങ്ങി വരും. ഉഗ്രശക്തിയുള്ള മൂർത്തിയാ പഞ്ചകലാസ്ഥിലെ ശിവൻ. അതിനു മുന്നിൽ ഒരധർമ്മവും ജയിക്കില്ല. എടുത്ത ജീവൻ പോലും തിരിച്ചു കൊടുക്കാൻ ശേഷിയുണ്ട് ആ സംഹാരമൂർത്തിക്ക്. പുതിയൊരു അവതാരമായി തിരിച്ചു വരാൻ രോഹിത്തിന്റെ ജീവൻ കൊടുങ്കാറ്റിലും കെടാത്ത കെടാവിളക്ക് പോലെ കാത്തുവച്ചിട്ടുണ്ടാവും പഞ്ചകൈലാസത്തിലെ മലമടക്കുകൾ. അവൻ എന്താ ഏതാന്ന് അറിഞ്ഞിട്ടാണോ രാജ്യമ്മ നീ അവനെ വീട്ടിൽ കട്ടിൽ കയറ്റി കിടത്തിയിരിക്കുന്നത്?
നിന്നോടാ ചോദിച്ചത്. പാഞ്ചാലിക്ക് ഇപ്പൊ എന്താ വേണ്ടത്? ഞാൻ ചോദിച്ചതിനുള്ള മറുപടി നീ തരണം. ആര് പറഞ്ഞാലും നീ വകവെക്കില്ലെന്ന് എനിക്കറിയാം. ആകെയുള്ളൊരു കൂടപ്പിറപ്പാൻ ഞാൻ. എനിക്ക് ചോദിക്കാനും പറയാനുള്ള അവകാശമുണ്ട്. പ്രായത്തിൽ വലിയ വ്യത്യാസം ഇല്ലെങ്കിലും അമ്മാന്ന് കൂട്ടിയല്ലാതെ നിന്നെ ഞാൻ വിളിച്ചിട്ടില്ല. പക്ഷേ നീ ഓരോ പോഴത്തരം കാട്ടുമ്പോ പറയാതിരിക്കാൻ പറ്റുമോ? ഞാൻ എന്ത് പോഴത്തരം കാട്ടിയെന്നാ നീ ഈ പറയുന്നേ? അതിനി എന്നെ കൊണ്ട് പറയിക്കണോ? പഞ്ചകൈലാസത്തിലെ അടിവാരത്തിന്നാ ആ പയ്യനെ എനിക്ക് കിട്ടിയത്. ചെകുത്താമ്പാറയുടെ മുകളിൽ നിന്ന് കാല് വഴുതി വീണതാവാനേ തരുള്ളൂ. ശരീരം ആ സകല മുറിവ് പച്ചമരുന്ന് വെച്ച് വെച്ച് ഒരു വിധത്തിലാ ഈ രൂപത്തിലാക്കിയത്. ഉയിരിന്റെ ഒരു തുടിപ്പ് കിടക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ആ വിധത്തിലൊരു മനുഷ്യജീവിയെ കാണുമ്പോ ഞാൻ എന്ത് ചെയ്യണമായിരുന്നു എന്നാ പാഞ്ചാലി പറയുന്നത്. ചികിത്സിക്കുന്നതിനോ അസുഖം ഭേദമാക്കുന്നതിനോ ഒന്നും ആർക്കും ഒരു വിരോധവും ഇല്ല. ആളും തരോ അറിഞ്ഞ് ചികിത്സിക്കണമെന്നേ ഞാൻ പറഞ്ഞോളൂ. പുറത്തുനിന്നുള്ള ആൾക്കാര് കാഴ്ച കാണാനും ഫോട്ടോ പിടിക്കാനും വരുന്ന സ്ഥലമാ ചെകുത്താമ്പാറ. അക്കൂട്ടത്തിൽ പലരും വശപെശക. യവൻ എന്ത് കാണിച്ചിട്ടാ ഈ പരുവത്തിലായതെന്ന് മലമുത്തപ്പന് മാത്രമേ അറിയൂ. ചിലപ്പോ ഏതെങ്കിലും വലിയ വീട്ടിലെ പെണ്ണിനെ പ്രേമിച്ചിട്ട് അവളുടെ ബന്ധുക്കൾ തല്ലിക്കൊല്ലാറാക്കി കൊക്കയിലെറിഞ്ഞതായിരിക്കും. അതല്ലെങ്കിൽ ആരെങ്കിലും കൊന്നിട്ട് മനസ്താപത്തിന് കൊക്കെ ചാടിയതായിരിക്കും. ഇനി പെണ്ണുങ്ങളുടെ അടുത്ത് ശല്യത്തിന് പോകുന്നവനാണെങ്കിലോ വീട്ടിൽ കയറ്റി കിടത്തിയിട്ട് അവന് ഭേദമാകുമ്പോ നീ പെട്ടു. പാഞ്ചാലി പറഞ്ഞതുപോലെയൊന്നും അല്ല ഞാൻ അവനെ കാണുമ്പോ ആലോചിക്കുന്നത്. അവന്റെ ജീവൻ പിടിച്ചു നിർത്തണേന്ന് പ്രാർത്ഥിച്ച് കണ്ണീരും കയ്യുമായിട്ടിരിക്കുന്ന ഒരു അമ്മയുണ്ടാവും അവന്. ആ ഒരമ്മയ്ക്ക് വേണ്ടി അവരുടെ സ്ഥാനത്ത് നിന്നാ ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. നമ്മളെയൊക്കെ പോലെ നേരെ വാ നേരെ പോന്ന് ചിന്തിക്കുന്നവരല്ല രാച്ചിയമ്മേ ഊരിന് പുറത്തുള്ളവര്. അവരൊക്കെ എന്നും നമുക്ക് ബുദ്ധിമുട്ടുകൾ മാത്രമേ തന്നിട്ടുള്ളൂ. നമ്മുടെ ഗോത്രത്തില് വൈദ്യജോലി ചെയ്യുന്ന പെണ്ണുങ്ങള് കന്യകകളായി നിൽക്കണമെന്ന നിബന്ധനയില്ല നീ ഇപ്പോഴും കല്യാണം കഴിയാതെ നിൽക്കുന്നത്. കൂട്ടിനൊരാണില്ലെന്ന ചിന്ത നിനക്ക് എപ്പോഴും വേണം. ആകെയുള്ളത് എട്ടും പൊട്ടും തിരിയാത്ത ഈ അനാഥ പെണ്ണ. മുത്തപ്പൻ കോവിലെ തിരുവിഴ കഴിഞ്ഞ ഞാൻ എന്റെ കണവന്റെ ഊരിലേക്ക് അങ്ങ് പോകും. പിന്നെ ആരുണ്ട് നിനക്ക് തുണയ്ക്ക്? രോഗം ഭേദമായി എഴുന്നേറ്റാൽ യമൻ നിനക്കൊരു തലവലിയാകുന്ന എന്റെ മനസ്സ് പറയുന്നത്. ഇനി എഴുന്നേൽക്കാതെ ഇവിടെ കിടന്ന് ചത്ത അത് വേറെ തലവലി. ഇനി വലിയ വീട്ടിലെ പിള്ളേര് വല്ലതും ആണെങ്കിൽ നീ സകലതിന് മറുപടി പറയേണ്ടി വരും. ആര് പറഞ്ഞു ചികിത്സിക്കാൻ? പോലീസിനെയും പട്ടാളത്തിനെയും അറിയിക്കാത്തതെന്താ? എങ്ങനെ മരിച്ചു? ഇതിനെല്ലാത്തിനും നീ മറുപടി പറയേണ്ടി വരും രാച്ചിയമ്മേ. ഇവിടെ കിടന്ന് ഈ പയ്യന്റെ ഉയിര് പോകില്ല പാഞ്ചാലി. കുറച്ചു മുമ്പ് നീ ചോദിച്ചില്ലേ എനിക്ക് തുണയ്ക്ക് ആരുണ്ടെന്ന്? അതിനൊരു ഉത്തരമേ ഉള്ളൂ, മുത്തപ്പൻ. ആ മുത്തപ്പൻ തന്നെയാ ഈ പയ്യനെ എന്റെ കയ്യിൽ കൊണ്ടുവന്ന് ഏൽപ്പിച്ചതും. അതേ മുത്തപ്പൻ തന്നെ അവന്റെ ബോധത്തിൽ വെട്ടം വീഴ്ത്തും, എഴുന്നേപ്പിച്ച് നടത്തുകയും ചെയ്യും. നല്ല പാൽപ്പായസം ഉണ്ടാക്കി വെച്ചാലും അതിൽ ഒരു തുള്ളി മണ്ണെണ്ണ വീണാൽ അതിന്റെ കാര്യം തീരുമാനമാവും വല്യേച്ചി. ആ മണ്ണെണ്ണ തുള്ളിയുടെ ജോലിയാ ഇപ്പൊ വല്യേച്ചി ചെയ്തോണ്ടിരിക്കുന്നത്.
ഇതെന്താ ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കുന്നത്? ഒന്നുമില്ല വിഷ്ണുവേട്ടാ, ഞാനിങ്ങനെ വെറുതെ. അതെന്താ അങ്ങനെ വെറുതെ എന്നാ ഞാൻ ചോദിക്കുന്നേ? ഒരു സമയത്ത് ഇവിടെ ആർക്കും സന്തോഷമില്ലായിരുന്നു. കുടുംബശ്രീ ഹോട്ടൽ പണയത്തില്, ബാലേന്ദ്രനെ കൊണ്ടുള്ള ശല്യം, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ. എടോ അതെല്ലാം കഴിഞ്ഞില്ലേ? കുടുംബശ്രീയുടെ സന്തോഷം മടങ്ങിയും വന്നു. പക്ഷെ ശാരികയുടെ സന്തോഷം മാത്രം പാതി വഴിയിൽ എവിടെയോ തടഞ്ഞു നിൽക്കുക. അത് വിഷ്ണുവേട്ടന് വെറുതെ തോന്നുന്നതാ. അങ്ങനെ വെറുതെ ഒന്നുമല്ല. ശാലിനിക്കും ശാരദാമ്മയ്ക്കും ശ്യാമയ്ക്കും എല്ലാവർക്കും തോന്നുന്നുണ്ടല്ലോ അങ്ങനെ. ചില സന്തോഷങ്ങൾ അങ്ങനെയാ വിഷ്ണുവേട്ടാ, പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു കിട്ടില്ല. എന്നാ പിന്നെ ശാരികയുടെ സന്തോഷം ഞാൻ മൊത്തമായിട്ട് അങ്ങ് തിരിച്ചു തരട്ടെ. ഞാൻ വിചാരിച്ച അങ്ങനെയൊന്നും നടക്കില്ലെന്നുണ്ടോ? എന്നെ കൊണ്ടും ചിലതൊക്കെ സാധിക്കും. ഇങ്ങോട്ട് ഇറങ്ങാശാനെ, ഇത്രയും സസ്പെൻസ് ഒക്കെ മതി. ചേട്ടാ, ഇനി ചേട്ടൻ വിട്ടോ. ഈ മുതലിനെ ഇനി ഉടനെ ഒന്നും തിരിച്ചയക്കാൻ വിഷ്ണു ഉദ്ദേശിക്കുന്നില്ല. വാ. അല്ല അത് വന്നേ, വാ. ദേ, ഞാൻ മടക്കി കൊണ്ടുവന്നിട്ടുണ്ടേ ശാരികയുടെ സന്തോഷം. ഹലോ, എന്താ ഈ നോക്കിയിരിക്കുന്നേ? അങ്ങോട്ട് കയറിയിരിക്കി. ഹലോ, ഇതെന്തത്ര മസിൽ പിടുത്തം? വാ. അമ്മേ, അമ്മേ, എന്താടി? ദേ വിഷ്ണുവേട്ടൻ രാജീവ് സാറിനെ കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നു. സാറ് ഉപേക്ഷിച്ച് പോയി കളഞ്ഞു എന്ന് പറഞ്ഞിട്ടെ വലിയ സങ്കടത്തിലായിരുന്നു ഇവിടെ ഒരാള്. കുടുംബശ്രീക്ക് ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ മൊത്തം മാറി എല്ലാവർക്കും സന്തോഷം വന്നു ചേർന്നിട്ടും ഒരാള് മാത്രം മൂടി കെട്ടി ഇങ്ങനെ ഇരിക്കുക. ദേ, ഏതാണ്ട് ഇതുപോലെയൊക്കെ തന്നെ. അപ്പൊ പിന്നെ അതങ്ങനെ വിട്ടാൽ ശരിയാവില്ലല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ സാറിനെ തേടി അങ്ങോട്ട് വന്നത്. സാറേ, ശാരദമേ, ദേ മുങ്ങി തുറന്ന ആളെ കയ്യോടെ പിടിച്ച് ഹാജരാക്കിയിട്ടുണ്ടേ. പിന്നെ ആള് ചില്ലറ കക്ഷിയൊന്നുമല്ല. നമ്മളാരും അറിയാതെ ഇവിടുന്ന് ട്രാൻസ്ഫർ വാങ്ങിച്ചു മുങ്ങിക്കളഞ്ഞു. അതും എവിടേക്ക്? പാലായിലേക്ക്. എന്നിട്ട് അവിടെ ചെന്നിട്ട് എല്ലാം പറഞ്ഞിട്ട് കോംപ്ലിമെന്റ്സ് ആക്കിയിട്ട് ആളെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ ഞാൻ കുറച്ച് പാടുപെട്ടു. അതെ, ഇനി രണ്ടുപേരും സ്വരുമയായിട്ട് പോയാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷം. കേട്ടല്ലോ രണ്ടെണ്ണു? ആ, സാറകത്തേക്ക് വാ, ഞാൻ ചായ എടുക്കാം. ഹലോ, വാ സാറേ, വാ വല്യേച്ചി. സാറേ, എന്താ ഇത്? ഞാൻ എല്ലാം പറഞ്ഞല്ലേ. അത് എല്ലാം ഓക്കെ എന്ന് പറഞ്ഞിട്ടല്ലേ കൂടെ വന്നേ. എഴുന്നേക്ക. അല്ല വിഷ്ണു, ചെല്ലടോ, ചെല്ലകട്. ആ, എന്താ വല്യേച്ചി നോക്കിയിരിക്കുന്നേ? ഒന്ന് വന്നേ, വാ. ചെല്ലടി. അല്ല,
മോനെന്താ ഇവിടെ നിൽക്കുന്നേ? മോനും വാ. ശാരദമ്മ ജോലിക്ക് എത്താൻ വൈകും, അറിയാലോ കാര്യങ്ങള്. ഞാനിപ്പോ അങ്ങോട്ട് ചെല്ലട്ടെ. ശാരദമ്മ ഒരു നിമിഷം. നല്ല തലവേദനയുണ്ട്, ഒന്ന് കിടക്കണം. ഞാൻ ചായ എടുത്തിട്ട് വരാം. നിങ്ങൾ വേണ്ട സമയത്ത് സാറിനെ അറിയിച്ചില്ല എന്നാണ് സാറ് ചോദിക്കുന്നത്. ഒരു ഭർത്താവ് എന്ന നിലയിൽ വില കുറഞ്ഞവനായി പോയില്ലേ താനെന്ന്. അല്ല മോനെ, ആ സമയത്തൊന്നും രാജീവ് സാർ ഇവിടെ ഉണ്ടായിരുന്നില്ലല്ലോ. ഫോണിൽ വിളിച്ചിട്ടാണെങ്കിൽ കിട്ടുന്നുണ്ടായിരുന്നില്ല. അറിയാം, അത് പക്ഷെ നമ്മുടെ പക്ഷമാണ്. രാജീവ് സാറിന് വേറൊരു പക്ഷം ഉണ്ടാവില്ലേ? പരസ്പരം മനസ്സോർന്ന് സംസാരിച്ചിട്ടില്ല ശാരദാമ്മ, എല്ലാത്തിനും പരിഹാരം ഉണ്ടാവുള്ളൂ. രണ്ടുപേരുടെ മനസ്സിൽ ഓരോ തീപ്പൊരിയുണ്ട്. ആളി പടരാതെ അത് കെടുത്തേണ്ടത് ഒരു അമ്മ എന്നുള്ള നിലയിൽ ശാരദാമ്മയാ. ഗോപാലേട്ടനെ സ്വീകരിക്കണമെന്നും മനസ്സിലാഗ്രഹമുണ്ടെങ്കിലും ശാരദാമ്മയ്ക്ക് അതിന് കഴിയാത്ത പോലൊരു സാഹചര്യം ശാരികയ്ക്കോ രാജീവ് സാറിനും ഉണ്ടാവരുത്. ഞാൻ ഇറങ്ങാം ശാരദാമ്മ.